അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയർ ആണ്. നമുക്ക് എങ്ങനെയൊക്കെ പഴത്തൊലി വെച്ചിട്ട് സ്കിന്ന് കെയർ ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് കേട്ടോ. അടിപൊളിയായിട്ട് വർക്കാവുന്ന കുറച്ച് പൊടിക്കൈകളാണ്. ഈ പഴത്തൊലിയും കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പഴത്തൊലിയും കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്തൊലിയുടെ അകത്തെ വശം നമ്മുടെ സ്കിന്നിൽ എടുത്ത് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. അതൊരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു ടിപ്പാണ്. ഞാനിത് ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ ഞാനിത് ഓരോരോ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നല്ല രീതിയിൽ വർക്കാവുന്ന ഒന്നാണ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിലൊക്കെ ആഴ്ചയിൽ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 തവണ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന, നമ്മൾ പഴം കഴിച്ചിട്ട് വലിച്ചെറിയുന്ന ആ പഴത്തൊലി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പഴത്തൊലി. നമുക്കറിയില്ല ഈ പഴത്തൊലിയും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് എന്ന്. അപ്പം ഒന്നാമത്തെ കാര്യം ഈ ഒരു മസാജാണ്. അടുത്ത ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴപ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചിരണ്ടി എടുത്തതിന് ശേഷം ഒരു സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് അത് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് അതൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ സ്കിന്ന് അങ്ങനെയും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് വളരെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ കളയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴത്തൊലിയുടെ ഉൾവശം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ചീകി എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന കറുത്ത പാടുകളും മുഖക്കുരു ഒക്കെ മായ്ക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതൊരു ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആക്കാനൊക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അടുത്തതായിട്ടൊരു സ്ക്രബാണ്. ഈ ഒരു സ്ക്രബ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴപ്പഴത്തിൻ്റെ തൊലിയും ഓട്സും ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ലൈറ്റായിട്ട്. എന്നിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ച ശേഷം നമുക്കിതൊന്ന് ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത് ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ അങ്ങനെയൊന്നും ഉള്ള ഒരു സാധനമല്ല വാഴപ്പഴം അല്ലേ. അപ്പം പഴത്തിൻ്റെ തൊലിയൊക്കെ അല്ലേ, വാഴപ്പഴത്തിൻ്റെ തൊലിയല്ലേ നമ്മൾ ചുമ്മാ വെറുതെ കളയുന്ന സാധനമാണെന്ന് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ തന്നെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കെമിക്കലൊന്നും അടങ്ങിയിട്ടുള്ള മരുന്നൊന്നും അടിച്ചിട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അടുത്തതായിട്ട് പഴത്തൊലിയുടെ ഉൾവശവും പച്ചമഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കഴുത്തിലും മുഖത്തും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ആണ്. ഇത് സ്കിന്നിന് നല്ല തുടിപ്പും തിളക്കവും അതുപോലെ തന്നെ നല്ല ഭംഗിയും ആരോഗ്യമൊക്കെ ഉള്ള ഒരു സ്കിന്നാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്തൊലിയുടെ ഉൾവശവും
കറ്റാർവാഴയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് പുരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും ആരോഗ്യമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഇടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴത്തൊലി അരച്ചതും അതിൻ്റെ കൂട്ടത്തിൽ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ പാടുകളൊക്കെ ഉള്ള ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കറുത്ത പാടൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇത് ഒരാഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണിത്. പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുഖക്കുരു ഒക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ വാഴപ്പഴത്തിൻ്റെ പേസ്റ്റും, അതായത് വാഴപ്പഴത്തിൻ്റെ അകത്തെ ആ ഒരു പേസ്റ്റും തൈരും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുഖത്ത് പുരട്ടുക. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണമയം മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും, മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധീകരിച്ച വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണയും കുറച്ച് പഴത്തൊലിയുടെ അരച്ചെടുത്ത ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഈ വെളിച്ചെണ്ണയും പഴത്തിൻ്റെ തൊലി അരച്ചതും കൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പഴത്തൊലിയും കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളെന്ന് പറയുന്നത്. ഇത് നമുക്ക് പലർക്കും ചിലർക്ക് അറിയാവുന്നതായിരിക്കും, എന്നാൽ ചിലർക്ക് ഒട്ടുമിക്കവർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ സ്കിന്നിനെ കൂടുതലായിട്ടും സ്കിൻ നല്ല ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഴത്തൊലി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്നടിച്ച് വരുന്നതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ ഓരോ കുഴപ്പങ്ങൾ കാണും. നമുക്ക് നമ്മുടെ തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ